ഭഗവാനെ, ഗുരുവായൂരപ്പാ, ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. നായരേട്ടാ, 2 ചായ. ഗുരുവായൂരപ്പാ, ചായ എടുക്കുന്നതിന് മുമ്പ് കൈ കാശുണ്ടല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാശില്ലാണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? എന്നെങ്കിലും കടം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കടം പറഞ്ഞു കളഞ്ഞേക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് വരവെങ്കിൽ അത് നടപ്പില്ല. ഇന്ന് 1-ാം തീയതിയാണ്, കൈനീട്ടമാണ്. ഈ കൈനീട്ടത്തിന്റെ ഐശ്വര്യത്തിൽ വേണം ഈ കൊല്ലം മുഴുവൻ. എങ്കിൽ പറയണ്ടേ, നല്ല ബെസ്റ്റ് കൈനീട്ടല്ലേ ഞങ്ങളുടേത്. കടലാസേ, എന്നാ പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. പോരട്ടെ ഗോലക്ഷ, 2 കുറ്റി പുട്ടും കൂടി പോരട്ടെ. എടാ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി ഞാൻ ചില ന്യൂസൊക്കെ കേട്ടല്ലോ. എന്ത് ന്യൂസ്? നിങ്ങളും ആ അമ്മിണിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ ഒക്കെ നേരാണോടാ? നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. കൊച്ചു കള്ളന്മാരെ. അപ്പൊ സംഭവം ശരിയാണല്ലേ? ആ പെമ്പിള്ളേര് വന്ന് നിങ്ങളുടെ അടുത്ത് പ്രേമാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല. ആര്? ചന്ദ്രികയും കനകമേമോ? ആ, പിന്നീട് അമ്മിണിയമ്മയല്ലേ എല്ലാം പറഞ്ഞത്. ആ പെമ്പിള്ളേര് രണ്ടുപേരെ നിങ്ങളെ കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം അവർക്ക് കണ്ണടയ്ക്കാൻ. സത്യം പറഞ്ഞേട്ടാ, അമ്മണിച്ചിട്ട് എങ്ങനെ പറഞ്ഞു? സത്യമായിട്ടും പറഞ്ഞു. ദേ, ഈ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നല്ലേ പറഞ്ഞു. ഇവിടെ വെച്ചാ പറഞ്ഞത്. എങ്കിൽ പുട്ടുപാത്രം പോരാ, 2 പഴവും കുടിക്ക് പോരട്ടെ. എന്നാ നേന്ത്രപ്പഴം തന്നെ ആയിക്കോട്ടെ. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ട? നീ ശ്രദ്ധിച്ചിട്ടില്ല? ഹന്നാസേ, കാലത്തെ ചൂടായത് മോശമായി പോടാ. ഏയ്, ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ്. പുട്ട് തണുത്ത കല്ല് പോലെ ഇരിക്കും. അതല്ലടാ, കാലത്തെ ചന്ദ്രികയുടെ അടുത്ത് നമ്മൾ ചൂടായില്ലേ, അത്. അത് മോശമായി പോയി. നമ്മൾ പറഞ്ഞതും കുറച്ച് കൂടിപ്പോയി. ഇനി ഇത് തീർക്കാനാ പാട്. ഒരു പാടുമില്ല. ദേ, ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. നിന്റെ കൊറോണ വിളിക്ക് ഒരു കുത്തു വെച്ചെന്നല്ലുണ്ടല്ലോ. എടാ, പുട്ട് തീർക്കേണ്ട കാര്യമല്ലടാ പോത്താ പറഞ്ഞത്. പിന്നെ പഴ അവരുമായിട്ടുള്ള പിണക്കം തീർക്കേണ്ട കാര്യമാ. ഓ, അത്രേ ഉള്ളൂ. അതിന് നീ എന്തിനാടാ ചൂടാവണത്? അക്കാര്യം ഞാനേറ്റു. നായരേട്ടാ, ഒരു 2 കുറ്റി പുട്ട്. നിർത്തടാ പുല്ല, അവന്റെ ഒടുക്കത്തൊരു പുട്ട് തീറ്റി. നിനക്ക് പുട്ടിൽ ആരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ തീറ്റി പണ്ടാരം. എനിക്കല്ലടാ, പിന്നെ പാർസലാണ്. എന്തിന്? അവരുമായിട്ടുള്ള പിണക്കം തീർക്കണ്ടേ? എത്രയായി നായരേട്ടാ? 18 രൂപ. അത്രേ ഉള്ളൂ. ഓ, എന്താടാ കന്നാസേ? കാശ് പോയി. 1-ാം തീയതി ആയിട്ട് കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് കളഞ്ഞിലോടാ. ഇനി ഇക്കൊല്ലം പോക്ക. മതി തപ്പിയത്. മാറില്ല, ഞാൻ കൊടുക്കാം. എത്ര ചേട്ടാ? 18 രൂപ. അത്രേ ഉള്ളൂ. ശരി കുട്ടിയല്ലോ. ഓ, എന്നാ പിടി. എന്താടാ? കുറച്ചു നേരം ആയില്ല രണ്ടും കൂടെ ഒന്ന് ചിന്തയിൽ കള്ളാൻ തുടങ്ങിട്ട്. ഇങ്ങോട്ട് എടുക്ക. എന്താടാ? കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ? എടാ, വന്ന് കേറിയപ്പോ തന്നെ ഞാൻ നിങ്ങളോട് മര്യാദക്ക് ചോദിച്ചാലേ കൈ കാശുണ്ടോന്ന്. അപ്പൊ പോരട്ടെ എന്ന് പറഞ്ഞ് വെട്ടി വിഴുങ്ങി പോവാൻ നേരത്തെ 2 കുറ്റി പുട്ടും പൊതിഞ്ഞ് മേടിച്ച് നിന്റെ അമ്മായിയമ്മയുടെ കടം പറഞ്ഞില്ല അല്ലേടാ? 2 കുടം എടുത്തോ. എന്തിനാ? വിഴുങ്ങാൻ. ചൂലല്ലേ കണി. ഇതല്ല, ഇതിലപ്പുറം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതിലപ്പുറം ഇനി എന്ത് വരാൻ? ദേ വരുന്നു അടുത്തത്. ഇങ്ങോട്ട് വാടാ. തിരിഞ്ഞു നോക്കണ്ട, നിങ്ങളെ തന്നെയാ വിളിച്ചത്. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാടാ. ചെല്ലാൻ. വാടാ ഇവിടെ. കാലത്ത് എവിടെ നിന്നാണ് ഈ കൊട അടിച്ചോട്ട് പോകുന്നേ? അയ്യോ, ഇത് എവിടെ നിന്നും അടിച്ചതല്ല. ആ നായരുടെ കടയില വെള്ളം കോരാൻ വേണ്ടി തന്നു വിട്ടതാ. നിന്റെയൊക്കെ വീട് എവിടെയാ? ഇവിടെ. അവിടെ എന്ത് വാടാ റാസ്കൽ അവിടെ ഇവിടെയൊക്കെ ചൂണ്ടുന്നത്? വീട് എവിടെയാണ്? ചൂണ്ടാൻ വീടില്ല. ഓഹോ, വീടുണ്ടായിരുന്നെങ്കിൽ നീയൊക്കെ ചൂണ്ടിയല്ലേ? അയ്യോ, നിനക്കൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. നീയല്ലേ ഈ ഭദ്രാവതി ചന്ദ്രൻ? അയ്യോ, എന്താടാ കുറിച്ച് നോക്കുന്നത്?
കട്ട സാധനങ്ങൾ മേടിച്ചു വെക്കുന്ന ഭദ്രാവതിചന്ദ്രൻ നീയല്ലേ? അയ്യോ അത് ഇവനല്ല, ഇവൻ ചന്ദ്രനല്ല, കടലാസ് തൊള്ളൂർന്ന് പറയണോ. കടലാസ് ഭദ്രാവതിചന്ദ്രൻ അപ്പുറത്ത് ആ വളവില അവന്റെ വീട്. ജീപ്പിനകത്ത് കയറ്. രണ്ട് സാർ ഞങ്ങൾ നടന്നു പോക്കോളാം. നടന്നു പൊയ്ക്കോളാം റാസ്കൽസ്. വന്നവന് വീഡിയോ കാണിച്ചു തരാൻ. കേരള പറഞ്ഞു നിക്കണ്ട് ജീപ്പി കേറാ. പോലീസിലെടുത്തടാ. നമ്മുടെ കന്നാസിനെ കടലാസിനെ പോലീസ് നോക്കി. അയ്യോ അപ്പൊ എന്റെ കൊടോ അതും കൊണ്ടുപോയിട്ടുണ്ട്. തൊണ്ടിയാണ് തൊണ്ടി. തൊണ്ടിയോ? എന്തോ തൊണ്ടി? ഗോലക്ഷ കടയൊന്നും നോയിക്കോടാ. അയ്യോ വാടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങടാ ജീപ്പി കയറടാ. നടക്കടാ. നിക്കടി അവിടെ. കട്ടോണ്ട് വരുന്ന സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. കേറി പോകാൻ ഞാനാ പറയുന്നത്. കേറി പോടി. ആഹാ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. കക്കുകയും കളവിന് കൂട്ടി നിൽക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഇനി എവിടെ കളവ് നടന്നാലും ഈ കന്നാസും കടലാസും അവിടെ എത്തിയിരിക്കും. അവന്റെയൊക്കെ അനുഭവം ഇത് തന്നെയായിരിക്കും. പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? കന്നാസേ ഒരു കാര്യം. കന്നാസേ തൽക്കാലം ഇത് മതി. ജീപ്പ് വെയിറ്റ് ചെയ്യുന്നു. അയ്യോ എങ്ങോട്ടായി തള്ളി കയറുന്നേ? സാറേ ഇത് ഞങ്ങളാ പോണ വഴിക്ക് ഇറങ്ങിക്കോളാം. പോണ വഴിയിൽ ഇറങ്ങാൻ നിന്റെ തന്തയുടെ ജീപ്പാ. നടന്ന് പോടാ അങ്ങോട്ട്. എടാ എന്റെ കൊടോ എന്തിയടാ? പറഞ്ഞല്ലോ കൊടം എന്തിടാ? എന്നോട് ചോദിക്കണ. നീ ജീപ്പിൽ എടുത്തില്ലേ? നീ എടുത്തില്ലേ? എടുത്താ എന്റെ കൈ കാണില്ലടാ. ഞാൻ വിചാരിച്ചു നീ എടുത്തു. ഞാൻ നീ എടുത്തുന്നില്ല വിചാരിച്ചു. സത്യത്തിൽ നീ എന്താ എടുക്കാഞ്ഞത്? ഒന്ന് നിർത്തണ മഹാഭാവികളെ. എന്റെ കൊടം കൊണ്ട് തൊലച്ചില്ലേ? എടാ 150 രൂപയുടെ മുതലേടാ. 150 രൂപയേ ഉള്ളൂ. അതിനാണോ ഈ ബഹളമൊക്കെ? അപ്പൊ 18 രൂപയുടെ കൂടെ ഒരു 150 രൂപയുടെ വെള്ളം കൂടി കോരണം. അത്രയല്ലേ ഉള്ളൂ. പാടാ ചേട്ടൻ വന്ന് വേറെ കുടം എടുത്തതാ.